ഭാരതത്തിൻ്റെ ആചാരങ്ങളിലും ദാർശനികതയിലും ആത്മീയതയിലും ഭസ്മത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലോകത്തിലെ സകല ചരാചരങ്ങളും ദേഹവും സമ്പത്തും സ്ഥാനവും എല്ലാം ഒടുവിൽ ചാരമായി തീരുന്നവയാണ്. അഗ്നിശുദ്ധിയുടെ പ്രതീകമാണെന്നിരിക്കെ അഗ്നിയിൽ ദഹിച്ച് ശേഷിക്കുന്ന ഭസ്മം ശുദ്ധമായത് മാത്രം നിലനിൽക്കപ്പെടുന്നു എന്ന തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മനുഷ്യന്റെ അഹങ്കാരം നശിച്ചു കഴിഞ്ഞാൽ ഭസ്മതുല്യമായ ശുദ്ധ നിർമ്മലമായ അവസ്ഥ പ്രാപിക്കപ്പെടും എന്ന തത്വം ഉൾക്കൊള്ളുന്ന ഒരു പുരാണകഥയാണ് ഭസ്മാസുരൻ എന്നറിയപ്പെടുന്ന വൃകാസുരന്റെ കഥ. വൃകാസുരന് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാനുള്ള ആഗ്രഹം ജനിച്ചു. അതിന് വരബലം വേണം. കാരുണ്യത്താലോ ഇഷ്ടത്താലോ നൽകപ്പെടുന്നവയല്ല വരങ്ങൾ, മറിച്ച് തപസ്, കടുത്ത അനുഷ്ഠാനം എന്നിവയുടെ ഫലമാണ്. ഇത് നന്നായി അറിയാവുന്ന വൃകാസുരൻ പരമശിവനെ പ്രസാദിപ്പിക്കാനായി തപസ് അനുഷ്ഠിച്ചു. ഓരോ കർമ്മത്തിനും അതനുസരിച്ചുള്ള കർമ്മഫലമുണ്ട്. അത് പ്രപഞ്ച നിയമം. അതുകൊണ്ട് തന്നെ പരമശിവനെ നിർമ്മല മനസ്സോടെ തപസ് അനുഷ്ഠിച്ചു. വൃകാസുരന്റെ മുന്നിൽ പരമശിവൻ പ്രത്യക്ഷനായി ആഗ്രഹിച്ച വരങ്ങൾ നൽകി. ഈശ്വരൻ നൽകിയ വരശക്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. തനിക്ക് ലഭിച്ച വരബലത്താൽ ഊറ്റം കൊണ്ട വൃകാസുരന്റെ അഹങ്കാരത്തെ ഭഗവാൻ വിഷ്ണു തൻ്റെ ബുദ്ധിയാലും മായയാലും നശിപ്പിച്ച് അസുരനെ ഒരു പിടി ചാരമാക്കി മാറ്റി മുക്തിമാർഗത്തിലേക്ക് നയിച്ചു. ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഭസ്മാസുരമോഹിനി ചരിതം. ഭഗവാനെ, അങ്ങീ പ്രപഞ്ചത്തിന്റെ മാറ്റത്തെ അറിയുന്നില്ലേ? ദേവി, നാം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. എന്നിട്ട് അങ്ങ് എന്താണ് ഒന്നും അറിയാത്തത് പോലെ ഇരിക്കുന്നത്? എന്താണ് ദേവി, പറയൂ. അങ്ങയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ചൂട് അനുഭവപ്പെടുന്നില്ലേ? ഭവതി, ഈ ചൂട്, അസഹനീയമായ ഈ ചൂട് ഒരു തപസ്സിന്റെ ശക്തിയാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? തപസ്സിന്റെ ശക്തിയോ? ദേവി, ഭൂമിയിലേക്ക് കാതോർക്കുക. നമഃശിവായ മന്ത്രം കേൾക്കുന്നില്ലേ? അങ്ങ് പറഞ്ഞത് ശരിയാണല്ലോ. ഭഗവാനെ, അങ്ങ് ഈ തപസ്സിന്റെ ആഴമറിയുന്നില്ലേ? അങ്ങ് എന്താണ് ഇപ്രകാരം മൗനം പാലിക്കുന്നത്? ദേവി, അദ്ദേഹത്തിന്റെ തപസ്സിന്റെ വ്യാപ്തി അറിയാൻ ഞാൻ പല പരീക്ഷണങ്ങളും നടത്തി. എന്നിട്ട് ആ പരീക്ഷണങ്ങളിലെല്ലാം വൃകാസുരൻ വിജയിച്ചു. ഇനി എന്തിനാണ് ഭഗവാനെ ഒരു സംശയം? അങ്ങ് വൃകാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട വരം നൽകൂ. തീർച്ചയായും ദേവി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭക്ത, കണ്ണു തുറന്നാലും നിന്റെ തപസ്സിൽ ഞാൻ ധന്യനായി. ഭഗവാനെ, ഭക്തവത്സല, ധന്യനായി, ഞാൻ ധന്യനായി. ഭക്ത, നിനക്ക് എന്താണ് വേണ്ടത്? ഭഗവാനെ, എനിക്ക് 2 വരങ്ങൾ വേണം. ഒന്നാമത്തേത്, എനിക്ക് അമരത്വം വേണം. രണ്ടാമത്തേത്, ഞാൻ തൊടുന്നതെല്ലാം ഭസ്മമാകണം. ഭക്ത, അമരത്വം അതൊരിക്കലും നൽകാൻ സാധിക്കില്ല. ജനിച്ചാൽ ഒരിക്കൽ മരണം. അതാണ് പ്രകൃതി നിയമം. പ്രകൃതി നിയമം ലംഘിക്കാൻ ആരാലും സാധ്യമല്ല. നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ എൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് മാത്രം സംഭവിക്കട്ടെ. അങ്ങനെയാകട്ടെ. തഥാസ്തു. വരം നേടിയ വൃകാസുരൻ അഹങ്കാരത്തോടെ മഹാദേവന് നേരെ ആ വരം പരീക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നീട് തൻ്റെ മുന്നിലുള്ള സകല ജീവജാലങ്ങളിലും ഈ വരത്തെ പരീക്ഷിച്ച് ആനന്ദ നിർവൃതി കൊള്ളുന്നു. അനുയായികളാകട്ടെ
വൃഗാസുരന് ലഭിച്ച വരസിദ്ധിയിൽ ആഹ്ലാദ നൃത്തം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ്. ദിനംപ്രതി വൃഗാസുരന്റെ പ്രവൃത്തികൾ രൂക്ഷമാകാൻ തുടങ്ങി. ഭൂമിയിലുള്ള ഈ ദുരിതത്തിന്റെ പ്രത്യാഘാതം ദേവലോകത്തു മലയടിച്ചു. ദേവഗണങ്ങൾ നാരദ മഹർഷിയോട് തങ്ങളുടെ സങ്കടം ബോധിപ്പിക്കുന്നു. പ്രശ്നത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ നാരദൻ മഹാദേവനെ കാണാൻ കൈലാസത്തിലേക്ക് പോകുന്നു. നാരായണ 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 നാരായണ. ദേവി വന്ദനം. വന്ദനം നാരദരെ, പറഞ്ഞാലും. എനിക്ക് ഭഗവാനെ ദർശിക്കണം. ഭഗവാൻ ധ്യാനത്തിലാണ്. ദേവന്മാരുടെ ദുഃഖത്തിന് അറുതി വരുത്താൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. ദുഃഖിക്കേണ്ട നാരദരെ, ഞാൻ ഭഗവാനെ വിളിക്കാം. ഭഗവാനെ, നാരദ മഹർഷി വളരെ ദുഃഖത്തിലാണ്. നാം എല്ലാം അറിയുന്നു ദേവി. നാരായണ നാരായണ. ഭഗവാനെ, ഭൂലോകത്തെയും
ദേവലോകത്തെയും രക്ഷിക്കണം ഭഗവാനെ. പറയൂ നാരദ. ആ വൃകാസുരന്റെ പ്രവർത്തികൾ സഹിക്കാൻ കഴിയുന്നില്ല. ജീവന് വില നൽകാത്ത പ്രവർത്തികളാണ് ദിനം പ്രതി ചെയ്യുന്നത്. നാരദ, ആരും വിഷമിക്കേണ്ടതില്ല. ഇതിനൊരു പരിഹാരം ഞാൻ തീർച്ചയായും ചെയ്യാം. എന്റെ സന്ദേശം എല്ലാവരെയും അറിയിക്കുക. പരിഭ്രമിക്കേണ്ടതില്ല. നന്ദി ഭഗവാനെ, നന്ദി. നാരായണ 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 നാരായണ. മഹാദേവൻ അല്പസമയത്തെ ചിന്തക്കു ശേഷം പാർവതീദേവിയോട് യാത്ര പറഞ്ഞ് മഹാവിഷ്ണുവിന്റെ അടുക്കലെത്തുന്നു. ഇരുവരും ദേവന്മാരുടെ കാര്യത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നു. ഒടുവിൽ മഹാദേവന്റെ നിർദ്ദേശമനുസരിച്ച് മഹാവിഷ്ണു മോഹിനി വേഷം പൂണ്ട് വൃകാസുരനെ ഭ്രമിപ്പിക്കാൻ ഭൂമിയിലേക്കെത്തുന്നു. മോഹിനി രൂപം കണ്ട് സകല ചരാചരങ്ങളും ആനന്ദ നൃത്തമാടി. कुसुम कली है खिली खिली है सुंदर छैल छबीली गौरांगी मधुर्य सजीली कामिनी नारी नवेली रंग रंगीले होठ रसीले नैन बड़े कजरारे एक झलक जो देखे कोई तरवर जीवन हारे मोहिनी आई मन को मोहने आई मोहिनी आई मन को मोहने आई मोहिनी आई मन को मोहने आई मोहिनी आई मन को मोहने आई। चंचला दिव्य अप्सरा मुस्कुराती रूप सी नारी बनिय सुमुख रंगीली प्रिय दर्शन मुख प्यारा एक बार जो देखे बिड़ा वह फूले सुत पुत सारा ഈ ലോകത്ത് പലപ്പോഴായി അധർമ്മം കളിയാടിയ സമയത്ത് ധർമ്മ സംസ്ഥാപനത്തിനായി മഹാവിഷ്ണു എടുത്ത
അവതാരങ്ങളിൽ ഒരവതാരമാണ് മോഹിനി. ഇതാ വൃകാസുരനെ ഭ്രമിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ മാർഗമധ്യേ മോഹിനി എത്തുന്നു. അല്ലയോ സുന്ദരി, നീ ഏതാണ്? ഇതിനു മുമ്പ് ഈ വനത്തിൽ നിന്നെ നാം ദർശിച്ചിട്ടില്ലല്ലോ. ഞാൻ ഈ വനത്തിൽ ആദ്യമായാണ്. ഭവതി, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇവിടെ ഭയാനകമായ മൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങുണ്ടല്ലോ. തീർച്ചയായും ഇനി നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എൻ്റെ റാണിയാക്കാം. എന്റെ ഭാഗ്യം. പറയൂ ദേവി, നിനക്കെന്താണ് വേണ്ടത്? ഈ പ്രപഞ്ചത്തിലുള്ള എന്തും നിനക്ക് നൽകാം. അങ്ങ് വലിയ നൃത്താരാധകനാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചെയ്യുന്ന ചുവടുകൾ അങ്ങേക്ക് ചെയ്യാൻ കഴിയുമോ? പ്രിയേ, തീർച്ചയായും. തരിതോം തരിതൈ ദിമിത തകതോം തദനം തരിനം തരി തദിനു ദിനു തദിത്ലാം ദിത്ലാം തി താരത ജണു ജണു തരീം തീം ഉകുതയ്യദയ്യ തദിമിത കിട തകത തജണു തദിമിത കിട കിടതാം ദിക്കിട കിടതൈ താഹത ജം തരിത തരിത ധന തകണക ജം തരിതൈ തരിത ജണു താഹത ജം തരിത തകണക ജം തരിതൈ താഹത ജം തരി തകണക ജം തരിത ദിംഗിണ്ണ തും തദ്ദിംഗിണ്ണ തും കിടതക തരകിടതും താ കിടതക തരകിടതും താ കിടതക തരകിടതും തരിത്തണ ജണു ദിമിത്താം കിടതക തരകിടതും ദിത്തരിത്തണ ജണു ദിമിത്താം കിടതകതരകിടത്തും തദ്ദിത്തരിത്തണ ജണു ധിമിത്താം തകദിക്കു തദിഗിണ്ണത്തും തക്ക തജ്ജം തദ്ദിംഗിണ്ണത്തും താം തദജ്ജം തദ്ദിംഗിണ്ണത്തും തരിത്തദജ്ജം കിടതകതരകിടത്തും താഹത ജം തരിത തരിത ധന തകണക ജം തരിതൈ തരിത ജണു താഹത ജം തരിത തകണക ജം തരിതൈ താഹത ജം തരി തകണക ജം തരിത ദിംഗിണ്ണ തും തദ്ദിംഗിണ്ണ തും കിടതക തരകിടത്തും താ കിടതക തരകിടത്തും താ കിടതക തരകിടത്തും അഹങ്കാരത്തിന്റെ വഴി അവസാനിക്കുന്നത് നാശത്തിലാണ്. സത്യം, ധർമ്മം, വിനയം ഇവയാണ് യഥാർത്ഥ ശക്തി. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ധനം, സൗന്ദര്യം, അറിവ് ഇവയെല്ലാം ഈശ്വരന്റെ വരദാനമാണ്. ഇതൊരിക്കലും ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല, മറിച്ച് സംരക്ഷിക്കാനുള്ളതാണ്. ജഗജ്ജാലപാലം ഗജകണ്ഠമാലം ശരചന്ദ്രബാലം മഹാദൈത്യകാലം നഭോ നീലകായം ദുരാവാരമായം സുപദ്മാസഹായം ഭജേഹം ഭജേഹം സദാംബോധിവാസം ഗജപുഷ്പഹാസം ജഗത്സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്രം ഭജേഹം ഭജേഹം
कृताम्नाय दानं खगाधीशयानं विमुक्तेर्निदानं हलारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं भजेऽहम् समस्तामरेशं धिरेवाभकेशं जगद्बिम्बलेशं हृदाकाशदेशं सदा दिव्यदेहं विमुक्ताखिलेहं सुवैकुण्ठगेहं भजेऽहं भजेऽहम् सुराली बलिष्ठं त्रिलोकी वरिष्ठं गुरूणां गरिष्ठं स्वरूपैकनिष्ठं सदा युद्धधीरं महावीरधीरं भवाम्बोधिधीरं भजेऽहं भजेऽहम् रमावामभागं तलानग्ननागं कृताधीनयागं गदारागरागं मुनीन्द्रैः सुगीतं सुरैः संपरीतं गुणौघैरतीतं भजेऽहं भजेऽहम् जगज्जालपालं गजत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभोनीलकायं दुरावारमायं सुपद्मासहायं भजेऽहं भजेऽहम् जय श्रीनिवास जय वेङ्कटेश वृषशैलनाथ श्रीपद्मनाभ वैकुण्ठनाथ जय विष्णुतेज राजाधिराज कव जय 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 देवादिदेव जय वासुदेव श्रीरामचन्द्र जय कल्प